ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറി ബ്ലോസംസ് ആഫ്റ്റർ വിൻ്ററിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടേസങ്ങും ഹേബോമും കൂടെ മെസ്സേജ് അയച്ചിട്ട് അവസാനം ടേസങ്ങ് നിൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ട് ഹേബോമിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്നത് വരെയാണ്. അടുത്ത സീനിൽ റെന്നും ടേസങ്ങും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ റെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ടേസങ് നീ ഈ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും തിരിച്ച് പറയാത്തീന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാ അവരോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത്, കാരണം അവരാരും എൻ്റെ മുഖത്ത് നോക്കി ഒന്നും പറയുന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞാലേ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അവരൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഹേബോമിനെ സപ്പോർട്ട് ചെയ്ത് അവനെ ഒപ്പം തന്നെ കാണുമെന്ന്. ഇവരിവിടെ ഇങ്ങനെ സംസാരിക്കുന്ന സമയം അവിടെ റോസ് ആണെങ്കിൽ ഹേബോമിനോട് ചോദിക്കുകയാണ്, ഹേബോം നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ ഞാൻ ഓക്കെ ആണെന്ന്. അപ്പോൾ അവൾ പറയുന്നു, നീ അവന്മാരെ അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി, പിന്നെ അവർ പറയുന്നത് പോലെ ടേസങ്ങ് ഗേ ഒന്നും അല്ല, ഇവരൊന്നും പറയുന്നതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട. പിന്നെ എൻ്റെ പേര് റോസ് എന്നാണ്, പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആ ചെറുക്കൻ്റെ പേര് റെൻ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ടേസങ്ങിൻ്റെ മിഡിൽ സ്കൂൾ മുതലുള്ള ഫ്രണ്ട്സ് ആണെന്ന്. അതിനുശേഷം കാണിക്കുന്നത് ടേസങ്ങും ഹേബോമും വീട്ടിലെത്തിയതുപോലെയാണ്. അപ്പോൾ ടേസങ് ആണെങ്കിൽ വീട്ടിലെത്തിയിട്ട് ഹേബോമിൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഹേബോം പറയുന്നുണ്ട്, നീ എൻ്റെ റൂമിൽ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് റൂമിലേക്ക് വന്നതുപോലെയാണ് തോന്നുന്നതെന്ന്. എന്നിട്ട് അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ എന്തെങ്കിലും അവന് കുടിക്കാനായിട്ട് എടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഹേബോമിൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ആൻറ്റി ഞാൻ കുറച്ച് വൈകിപ്പോയെന്നറിയാം, എന്നാലും ആൻറ്റിയോട് പറയാണ്, ആൻറ്റി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഹേബോമിനൊപ്പം എപ്പോഴും കാണുമെന്ന്. കുറച്ച് സമയത്തിന് ശേഷം ഹേബോം അവിടേക്ക് വരുന്നുണ്ട്. ഹേബോം ടേസങ്ങിനോട് റോസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. റോസ് ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേസങ് ഒരാളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അവൻ പറയാണ്, ഞാൻ ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു. പിന്നെ നീ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹേബോം പറയുന്നു, നിനക്ക് എന്നെപ്പറ്റി അറിയാമല്ലോ, എനിക്ക് നേരെ ചൊവ്വേ ഫ്രണ്ട്സ് പോലും ഇല്ല, പിന്നെയാണ് ഞാൻ ഡേറ്റ് ചെയ്യുന്നതെന്ന്. ഇത് കേട്ടിട്ട് ടേസങ് പറയാണ്, നീ അങ്ങനെയൊന്നും പറയില്ലേ, നിനക്ക് ഞാനുണ്ടെന്ന്. എന്നിട്ട് ഹേബോം അത് കേട്ട് ചിരിച്ചിട്ട് പറയാണ്, നീ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ലേ, സോറി എന്ന്. അപ്പോൾ ടേസങ് അവനോട് പറയുന്നു, നീ സോറി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന്. അടുത്ത സീനിൽ അവരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പെണ്ണിപ്പോൾ വരുന്നുണ്ട്, ഇവിടെ നമുക്ക് റീത്തേന്ന് വിളിക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ കാര്യത്തിൽ ബിസിയാണ്. അപ്പോൾ ടേസങ് ഹേബോവും കൂടി വിറക് പറക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ടേസങ് അവനോട് പറയാണ്, നിൻ്റെ കയ്യിലിരിക്കുന്ന വിറക് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നീ അതങ്ങ് താൻ, ഞാൻ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഹേബോം പറയുന്നു, അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാന്ന്. അപ്പോൾ ടേസങ് അവനോട് ചോദിക്കുകയാണ്, ഡാ ഹേബോം നീ എന്നാ ഇനി പൊക്കം വെക്കുന്നീന്ന്. അപ്പോൾ ഹേബോം പറയുന്നു, നീ എന്നെ കളിയാക്കിയതും വേണ്ട, കുഞ്ഞിലെ നിന്നേക്കാൾ പൊക്കം എനിക്കായിരുന്നു, അതുപോലെ നീ ഒരു ക്രൈ ബേബി ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ടേസങ് പറയാണ്, ഞാൻ ക്രൈ ബേബി ആയിരുന്നു എന്നോ. അപ്പോൾ ആരാ അന്നൊരു ദിവസം ബുക്കിൽ ജ്യൂസ് വീണെന്നും പറഞ്ഞിരുന്ന് കരങ്ങിയെന്ന്. അത് കേട്ട് കഴിഞ്ഞ് ഹേബോം ചോദിക്കുന്നുണ്ട്, ദാ നീയല്ലേ പറഞ്ഞത് ഇനി അതിനെപ്പറ്റി ഒന്നും പറയില്ലെന്ന്, പിന്നെ എന്തിനാ ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞേന്ന്. അപ്പോൾ ഹേബോം സംസാരിക്കുന്നത് കേട്ടിട്ട് ടേസങ് ആണെങ്കിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹേബോം ആണെങ്കിൽ അവനോട് പറയാണ്, നീ കുറച്ച് താഴ്ന്നു നിന്നേ, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ടേസങ് താഴ്ന്ന സമയം ഹേബോം ആണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന് ആ വിറകെല്ലാം അവൻ്റെ കയ്യിലെടുത്ത് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ടേസങ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ചിരിച്ച് അവൻ്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന റീത്ത അവരോട് ചോദിക്കുകയാണ്, അത് നിങ്ങളുടെ ഫ്രണ്ട് ടേസങ് അല്ലേ എന്ന്. അപ്പോൾ റോസ് പറയുന്നു, അതെ, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ടേസങ് ഇത്രയധികം ചിരിക്കുന്നത് കാണുന്നതെന്ന്. അപ്പോൾ ആ പെണ്ണ് പറയാണ്, ഒരുപക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ താമസിക്കുന്നത്, അപ്പോൾ ബ്രദേഴ്സിനെ പോലെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ഇത്രയും സന്തോഷത്തിൽ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന റെന്ന് പറയാണ്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, എനിക്ക് വേറെന്തോ പോലെയാണ് തോന്നുന്നതെന്ന്. അപ്പോൾ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഇവനെ തന്നെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാത്രി ആയതുപോലെയാണ് കാണിക്കുന്നത്. രാത്രി അവരെല്ലാവരും ഫുഡ് തയ്യാറാക്കിയാണ്. ഈ സമയം അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നത് ഹേബോമാണ്. അപ്പോൾ ഹേബോം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേസങ്ങിനോട് റീത്ത ചോദിക്കുകയാണ്. റീത്ത പറയുന്നു, എനിക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ടേസങ് നീ ഒന്ന് പറഞ്ഞു തരാൻ. അപ്പോൾ ടേസങ് പറയുന്നു, ഹേബോം ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ, നീ അത് നോക്കി ചെയ്യാനായിട്ട് നോക്കുന്നു. ടേസങ് സംസാരിച്ചതിന് ശേഷം റീത്ത ഹേബോമിനോട് ചോദിക്കുകയാണ്, ഹേബോം നീ നല്ല രീതിയിൽ കുക്ക് ചെയ്യുമല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അങ്ങനെ നല്ലതുപോലെ കുക്ക് ചെയ്യുന്നുമില്ല, ഒരു വിധമെന്ന്. അപ്പോൾ ഇത്രയും സംസാരിച്ചതിന് ശേഷം അവരെല്ലാം പിന്നെ ഒരുമിച്ചിരുന്ന് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞ് റോസ് അവരോട് ചോദിക്കുന്നു, ആര് പോയി കുറച്ച് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പം റീത്ത പറയുന്നു,
പറയുകയാണ് ഞാനും ടേസങ്ങും കൂടി പോയി വാങ്ങിയിട്ട് വരാമെന്ന്. അപ്പം റെന്നു പറയുന്നു അത് വേണ്ട, ഞാനും ടേസങ്ങും കൂടി പോയി വാങ്ങിയിട്ട് വരാമെന്ന്. പോകുന്ന വഴി റെന്നാണെങ്കിൽ ടേസങ്ങിനെ തന്നെ നോക്കുന്നു. ഇത് കണ്ടിട്ട് ടേസങ് അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയുന്നു. അപ്പം റെന്നു ചോദിക്കുന്നു അല്ല നിനക്ക് ഹേബോമിന് ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന്. അപ്പം ടേസങ് പറയുന്നു നിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന്. അപ്പം റെന്നു ചോദിക്കുന്നു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നെയും നിന്നെയും പോലെയാണെന്ന്. ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്ന സമയം അവിടെ ഹേബോം ആണെങ്കിൽ റീത്ത പോയതിന് ശേഷം റോസിനോട് ചോദിക്കുകയാണ് ഇവളെയാണോ ടേസങ് നേരത്തെ ഡേറ്റ് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നു അയ്യോ അല്ലല്ല, പക്ഷേ അവൾക്ക് ടേസങ്ങിനെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്, എന്നാലും ടേസങ്ങിൻ്റെ സ്റ്റൈലിനൊത്ത ഒരു പെണ്ണൊന്നും അല്ല അവളെന്ന്. അപ്പോൾ ഹേബോം ചോദിക്കുന്നു അല്ല ടേസങ്ങിന് എങ്ങനെയുള്ള പെണ്ണിനെയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ റോസ് പറയുന്നു അങ്ങനെ ചോദിച്ചാൽ എന്നെ പോലൊരു പെണ്ണിനെയെന്ന്. എന്നിട്ട് അവളാണെങ്കിൽ ചിരിച്ചിട്ട് പറയുകയാണ് ഞാൻ ചുമ്മാ കളിക്ക് പറഞ്ഞതാണ്, അങ്ങനെയൊന്നും അല്ല, ഇപ്പം നീ ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയണമെങ്കിൽ നിൻ്റെ ഫീമെയിൽ വെർഷനെ അവൻ എന്തായാലും ഇഷ്ടമാകുമെന്ന്. അപ്പോൾ ഹേബോം പറയുന്നു ചുമ്മാ ജോക്ക് പറയല്ലേ എന്ന്. ഇത് കേട്ടിട്ട് റോസ് പറയുന്നു ഞാൻ ജോക്ക് പറഞ്ഞതല്ല, എന്നോട് ടേസങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എങ്ങനെയുള്ള ആളെയാണ് ഇഷ്ടമെന്ന്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിൻ്റെ ക്യാരക്ടറിലുള്ളൊരു പെണ്ണിനെ ആയിരിക്കും അവന് ഇഷ്ടമാകുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹേബോം ആണെങ്കിൽ ഒരുപാട് ചിരിക്കുന്നുണ്ട്. അവിടെ ടേസങ് റെന്നും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ടേസങ് ആണെങ്കിൽ റെന്നിനോട് പറയുകയാണ് ഞാൻ ഇത്രയും കാലം അവനിൽ നിന്ന് അകന്നിരുന്നത് എൻ്റെ ഫീലിങ്സ് ഒക്കെ ഹൈഡ് ചെയ്യുന്നതിനായിട്ടാണ്, പക്ഷേ ഇനി അങ്ങനെ ഫീലിങ്സ് ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം അവൻ ഗ്രാജുവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി അവൻ്റെ അടുത്ത് നിന്ന് അകന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന റെൻ അവനോട് ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ നിനക്കുള്ള അതേ ഫീലിങ്സ് ഹേബോമിന് നിന്നോട് തിരിച്ചില്ലെങ്കിലോ എന്ന്. അപ്പോൾ ടേസങ് പറയുകയാണ് അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലെന്ന്. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും വീണ്ടും എൻജോയ് ചെയ്യുന്നതായിട്ടാണ്. കുറച്ച് സമയത്തിന് ശേഷം ഹേബോമിനെ കാണാത്തത് കൊണ്ട് ടേസങ് ആണെങ്കിൽ അവനെ തിരക്കി പോകുന്നുണ്ട്. ഈ സമയം ഹേബോം ആണെങ്കിൽ ആൻറ്റിക്ക് ഒരു കോഫി തയ്യാറാക്കി കൊണ്ട് കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ആൻറ്റി പറയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിൽ കരുതിയതേ ഉള്ളെന്ന്. ഇത് കേട്ടിട്ട് ഹേബോം ആണെങ്കിൽ ചിരിച്ചിട്ട് ആൻറ്റിയോട് ചോദിക്കുകയാണ് ആൻറ്റി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന്. അപ്പോൾ ആൻറ്റി പറയുകയാണ് എനിക്ക് മൺഡേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ വർക്കുകളാണ് ചെയ്യുന്നതെന്ന്. പിന്നെ നമ്മൾ മൂന്നുപേരും കുറേ നാളായില്ലേ ഇപ്പോൾ ട്രിപ്പൊക്കെ വന്നിട്ട്, പിന്നെ ഒരു കാര്യം കൂടി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് കാര്യമായാലും എന്നോടും ടേസങ്ങിനോടും നിനക്ക് പറയാം, കാരണം നീയും ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ്, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന്. അപ്പോൾ ഹേബോം പറയുന്നു ആൻറ്റി എനിക്കെല്ലാം മനസ്സിലായെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ടേസങ് വരുന്നുണ്ട്. ടേസങ് ഹേബോമിനോട് പറയണേ ഹേബോം നീ വാ നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന്. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കണ്ണടച്ച് നിർത്തുന്നുണ്ട്. ഹേബോം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആകാശത്ത് നല്ല ഭംഗിയിൽ ഒരുപാട് നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനുമെല്ലാം നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അത് കണ്ടിട്ട്. പിന്നെ അവരവിടെ ഇരിക്കുന്ന സമയം ടേസങ് അവനോട് പറയണേ ഹേബോം എനിക്കിത് നിന്നോടൊപ്പം നിന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹമെന്ന്. അപ്പോൾ ഹേബോം ഇതൊക്കെ കേട്ടിട്ട് അവനോട് പറയണേ ടേസങ് ഞാൻ ആദ്യം കരുതിയത് നിനക്കെന്നെ ഇഷ്ടമല്ലെന്നാണ്, കാരണം നീ എന്നെ എപ്പോഴും ഇഗ്നോർ ചെയ്യുമായിരുന്നല്ലോ എന്ന്. ഇത് കേട്ടിട്ട് ടേസങ് പറയുന്നു ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യുന്നതൊന്നുമില്ല, ഞാൻ എൻ്റെ ഫീലിങ്സ് പ്രകടിപ്പിക്കാതിരുന്നു അത്രേ ഉള്ളെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹേബോം ആണെങ്കിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് ആ സീനിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തിയതായിട്ടാണ്. രാവിലെ ടേസങ് ഉണരാത്തത് കണ്ടിട്ട് ഹേബോം ആണെങ്കിൽ അവനെ വിളിച്ചുണർത്താനായിട്ട് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ടേസങ് ആണെങ്കിൽ ഹേബോമിനെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തിയാണ്. ഇത് കാരണം ഹേബോമിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്നുണ്ട്. അതിൻ്റെ കൂടെ ടേസങ് ആണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നു. ഈ സമയം അവനാണെങ്കിൽ നല്ല നാണത്തോടെ ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹേബോമും അതുപോലെ ആൻറ്റിയും കൂടെ ഒരുമിച്ച് നടന്നു പോകുന്നതായിട്ടാണ്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ഹേബോമിനോട് ചോദിക്കുകയാണ് ഹേബോം നിൻ്റെ ഡ്രീം എന്താണെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് ആൻറ്റി എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡ്രീമൊന്നും ഇല്ല, എന്നാലും ഇപ്പോഴുള്ളൊരു ആഗ്രഹം എന്നാൽ കോളേജിൽ പോയി പഠിക്കണം, അതുപോലെ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണമെന്നാണ്. പിന്നെ എനിക്ക് ആൻറ്റിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ആൻറ്റി എന്നെ ആൻറ്റിയോടൊപ്പം നിർത്തിയതെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ആൻറ്റി പറയാണ് അതിൻ്റെ കാരണം നിൻ്റെ അമ്മ തന്നെയാണ്. അതുപോലെ ഒരു കാര്യം ഹേബോം നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ ചെയ്യണം, നിൻ്റെ ഇഷ്ടത്തിന് തന്നെ നീ ജീവിക്കണം. നിനക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നീ ആ സമയം എന്നെയോ അല്ലെങ്കിൽ ടേസങ്ങിനെയോ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്നെ ഹാപ്പിയാക്കുന്ന ഒരു കാര്യമാണ് അതെങ്കിൽ നീ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്ത് തരണമെന്ന്. അങ്ങനെ ഹേബോം ആണെങ്കിൽ ആൻറ്റി പറയുന്നതൊക്കെ കേട്ടിട്ട് ആൻറ്റിക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്.
അടുത്ത സീനിൽ ഹേബോമും ആൻറ്റിയും കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ടേസങ് അവരെ കണ്ടിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും എവിടെ പോയിരുന്നു എന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു, അതോ ഞാനും ഹേബോമും കൂടി ഒരു ഡേറ്റിന് പോയിരുന്നു എന്ന്. അങ്ങനെ ആൻറ്റി അവിടെ നിന്ന് പോയതിന് ശേഷം ടേസങ് ഹേബോമിനോട് ചോദിക്കുന്നു, അടുത്ത തവണ നീ എൻ്റെ കൂടെ ഡേറ്റിങ്ങിന് വരുമോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, നീ സംസാരിക്കുന്നത് നിൻ്റെ അമ്മയോടല്ല എന്നോടാണെന്ന്. അപ്പോൾ ടേസങ് പറയുന്നു, ഞാൻ നിന്നോട് തന്നെയാണ് പറഞ്ഞതെന്ന്. ടേസങ് പറഞ്ഞതിന് ശേഷം ഹേബോം അവരോട് ചോദിക്കുകയാണ്, അല്ല നീ എവിടെ പോണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതോ ഞാനൊരു ഡേറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയതാ, പിന്നെ നിനക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ എന്നും ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, എന്തെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ ടേസങ് ആണെങ്കിൽ ഹേബോമിൻ്റെ തലയിൽ തടവിയിട്ട് പറയുന്നു, ഓക്കെ എന്ന്. അപ്പോൾ ഹേബോം പറയുന്നു, ടേസങ് നീ എന്നെ ഒരു ബേബി ബ്രദറിനെ പോലെ ട്രീറ്റ് ചെയ്യല്ലേ, കാരണം എനിക്കാണ് നിന്നേക്കാൾ ഏജ് കൂടുതലെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ടേസങ് ചോദിക്കുന്നു, അങ്ങനെയാണോ എന്നാ ഓക്കെ എന്ന്. അത് കേട്ടിട്ട് ഹേബോം ആണെങ്കിൽ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നിനക്ക് പുറത്ത് പോകണമെന്നല്ലേ പറഞ്ഞത്, ഇനി നിന്നാൽ താമസിക്കും, നീ പൊയ്ക്കോ എന്ന്. അങ്ങനെ അത് കേട്ടിട്ട് ടേസങ് ആണെങ്കിൽ അവനോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവേണ്. അടുത്ത സീനിൽ റെന്നിനെയും റീത്തയെയാണ് കാണിക്കുന്നത്. ടേസങ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇവരെ കൂടെ മൂവി കാണാൻ പോകാനായിട്ടാണ്. അപ്പം റീത്ത പറയാണ്, നമ്മൾ കാണാൻ പോകുന്ന മൂവി ഒരു ഹൊറർ മൂവിയാണെന്ന്. ഇത് കേട്ടിട്ട് റെന്ന് പറയാണ്, എനിക്ക് ഹൊറർ മൂവി പേടിയാണെന്ന്. അപ്പം ഇത് കേട്ടിട്ട് അവൾ പറയുന്നത്, നിനക്ക് പേടിയാണെങ്കിൽ നീ വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോ, ഞാനും ടേസങ്ങും കൂടി പോയി കണ്ടോളാന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ടേസങ് വരുന്നത്. ടേസങ്ങിനെ കണ്ടിട്ട് റെന്ന് പറയാണ്, മൂവിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇവളാണ്, അപ്പോൾ അവളുടെ പൈസ നീ അങ്ങ് അവൾക്ക് കൊടുക്കണേന്ന്. അങ്ങനെ അവളെ പൈസ കൊടുക്കാനായിട്ട് ടേസങ് വാലറ്റ് നോക്കുന്ന സമയത്ത് അവൻ്റെ വാലറ്റ് കാണാനില്ല. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ വാലറ്റ് എടുക്കാതെയാണ് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഹേബോമിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഹേബോം എൻ്റെ വാലറ്റ് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ അവനാണെങ്കിൽ പോയി നോക്കുന്ന സമയത്ത് വാലറ്റ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കാണുന്നു. അങ്ങനെ ഹേബോം പറയുന്നത് കേട്ടിട്ട് ടേസങ് പറയുന്നു, ഓക്കെ, പിന്നെ നീ ആ വാലറ്റ് തൊടല്ലേ എന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹേബോം പറയുന്നു, ഓക്കെ എന്ന്. ഇത്രയും പറഞ്ഞ ഉടനെ തന്നെ അവൻ കോള് കട്ട് ചെയ്തിട്ട് അവരോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ വാലറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോയി മൂവി കണ്ടോ, ഞാൻ വരുന്നില്ലെന്ന്. അത് കേട്ട് റെന്ന് ചോദിക്കുന്നു, എന്താടാ നീ ഇങ്ങനെ പറയുന്നത്, എപ്പോഴെങ്കിലും ആണ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുന്നത്, അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാലോ എന്ന്. അപ്പോൾ റീത്തയും പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നീ വാ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് റെന്ന് പറയാണ്, ശരിയാണ്, അവളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ വാങ്ങിച്ചു തരുമെന്ന്. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, നീ ചുമ്മാതെ നിൽക്കുക. അപ്പോൾ ടേസങ് പറയുന്നു, അതൊന്നും വേണ്ട, സോറി, ഞാൻ എന്തായാലും വരുന്നില്ല എന്ന്. പിന്നെ ടേസങ് വീടിനകത്തേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ഹേബോം ചോദിക്കുന്നു, ടേസങ് നീ പെട്ടെന്ന് വന്നോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ വാലറ്റ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അത് എടുത്തതിന് ശേഷം അവനോട് ചോദിക്കുന്നുണ്ട്, നീ വാലറ്റ് ഓപ്പൺ ചെയ്തില്ലല്ലോ ഹേബോം എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇല്ല, വേണമെങ്കിൽ നിനക്ക് നിൻ്റെ പൈസ എണ്ണി നോക്കാമെന്നും അവൻ പറയുന്നു. അപ്പോൾ ടേസങ് പറയുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ലെന്ന്. എന്നിട്ട് ടേസങ് ആണെങ്കിൽ ഹേബോമിൻ്റെ കയ്യിലേക്ക് ഒരു ബോക്സ് കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ഹേബോം ചോദിക്കുന്നു, ടേസങ് നിൻ്റെ കയ്യിൽ വാലറ്റ് ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇത് വാങ്ങാൻ എവിടുന്നാ പൈസയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാനിത് കടം വാങ്ങിച്ചതാണെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ഹേബോം ചോദിക്കുന്നു, കടം വാങ്ങിയതോ ടേസങ്, നീ ഇതുപോലെ ഇനി കടമൊന്നും വാങ്ങല്ലേ എന്ന്. അപ്പോൾ ടേസങ് ആണെങ്കിൽ അവൻ പറഞ്ഞതിന് ഒരു മറുപടിയും പറയാതെ അവൻ്റെ റൂമിലേക്ക് പെട്ടെന്ന് തന്നെ കയറി പോവുകയാണ്. റൂമിലേക്ക് പോയതിന് ശേഷമാണ് ആ വാലറ്റ് എന്തുകൊണ്ടാണ് ഹേബോമിനോട് തുറന്ന് നോക്കരുത് അല്ലെങ്കിൽ എടുക്കരുത് എന്ന് പറഞ്ഞതെന്ന് കാണിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഹേബോമും ടേസങ്ങും കൂടി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ അവൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ അത് എടുക്കരുത് എന്ന് പറഞ്ഞത്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു പഴയ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, അന്ന് നമ്മൾ ആദ്യമായിട്ട് ഫ്രണ്ട്സായ സമയം മുതലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഹേബോം എന്ന്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.